അങ്ങനെ വീണ്ടും ഞങ്ങൾ കോഴിക്കോടേക്കുള്ള യാത്രയിലാട്ടോ. പെട്ടെന്ന് പ്ലാൻ ചെയ്താണ്, വീട്ടിൽ പറയാണ്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഓട്ടോ ഇറങ്ങി വീട്ടിലേക്ക് നടന്ന് മുറ്റത്ത് എത്തിയിട്ട് അമ്മ കണ്ടില്ല കേട്ടോ. തൊട്ടടുത്ത് എത്താറായപ്പോഴാണ് ആൾ കണ്ട് നല്ലൊരു ചിരി പാസ്സാക്കി തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വല്യേട്ടൻ്റെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. ആരും ഞങ്ങളെ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു അബദ്ധത്തിന് ഞാനൊരു സ്റ്റോറി ഇട്ടായിരുന്നു ട്രെയിനിൽ വെച്ചിട്ട്. അപ്പോൾ അത് കണ്ടിട്ട് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന പോലെ ആയിരുന്നു വരവൊക്കെ കേട്ടോ. എന്നാലും കുറേ നാളുകൾക്ക് ശേഷം കാണുന്നതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറും ചിക്കനാണ് സാധാരണ പെട്ടെന്ന് കഴിക്കാൻ ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് നെയ്ച്ചോറും ചിക്കനാണ് പിടിച്ചേക്കണത്. ഇടയ്ക്ക് ഇവിടെ കറണ്ട് പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ദിവസം കറണ്ട് പോയി എന്നും പറഞ്ഞ് കരഞ്ഞു ഓടി വന്നിട്ടുണ്ട്. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഇട്ട് ഞാൻ വഴറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. എൻ്റെ ഇടയിൽ ഗരം മസാല ഇല്ലായിരുന്നു, അപ്പോൾ അത് പൊടിക്കാതെ സാധനങ്ങളാണ് ഇട്ട് കൊടുത്തേക്കണേ. ഈ ദിവസം ക്യാമറ കണ്ട അപ്പോൾ പുന്നാരിക്കാൻ നന്നായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതേ ചിക്കനും കൂടി ഇട്ടിട്ട് നമ്മുടെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ അപ്പുറത്ത് അടുപ്പിൽ നിന്ന് നെയ്ച്ചോറും കൂടെ റെഡിയാക്കിയായിരുന്നു. ഏറ്റവും അവസാനമായിട്ട് കറിവേപ്പില വറുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം ഞങ്ങൾ വന്നതിൻ്റെ വേറൊരു കാര്യം, ഇന്ന് അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. കുറേ നാളുകളായി കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ്റെ ബർത്ത്ഡേക്ക് ഇവിടെ ഉണ്ടായിട്ടേ ഇല്ല. അപ്പോൾ ഇത്തവണ ഒരു കേക്കൊക്കെ മേടിച്ചിട്ട് വരാമെന്ന് പ്ലാൻ ചെയ്തിട്ട് കേക്ക് മേടിച്ചിട്ടാണ് വന്നത് കേട്ടോ. പക്ഷേ അച്ചു ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ 9-9:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാത്രി 10 മണിയായപ്പോഴാണ് ഈ കേക്കൊക്കെ കട്ട് ചെയ്യുന്നത്. ബർത്ത്ഡേ അച്ഛൻ്റെ ആണെങ്കിലും കേക്കൊക്കെ ആദ്യം തിന്നത് ഈ ദിവസമാണ് കേട്ടോ. കേക്ക് മുറിക്കാനായിട്ട് ആദ്യം അവൻ തന്നെയാണ് ചാടിക്കയറി ടേബിളിലിരുന്നത്. വന്നവരൊക്കെ ആണെങ്കിൽ ഈ ദിവസമാണ് ആദ്യം കേക്ക് കൊടുത്തത്. അതിനുശേഷമാണ് അച്ഛന് കേക്ക് കൊടുത്തത്. കേക്ക് കഴിച്ച് പോകുന്നവർക്കെല്ലാം ഈ ദിവസത്തിൻ്റെ പകരം ഉമ്മയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കിച്ചുവും കണ്ണനും മാത്രമാണ് വേറെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇത്തവണത്തെ ബർത്ത്ഡേ എന്തായാലും അടിപൊളിയായിരുന്നു.